ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ CNG ബൈക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബജാജ് ഫ്രീഡം എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ നെയിം എന്ന് പറയുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞ വാഹനത്തിൻ്റെ പല സ്പെക്സും ഏകദേശമൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. എന്തായാലും മുൻപ് ഒരുപാട് CNG വാഹനങ്ങൾ നിരത്തിലിറക്കിയ ഒരു കമ്പനി എന്ന നിലയിൽ ബജാജിൻ്റെ ഈ ഒരു CNG ബൈക്ക് എത്രത്തോളം വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യം തന്നെ വാഹനത്തിൻ്റെ റിയൽ ആയിട്ടുള്ള ടെക്നിക്കൽ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. 3 വേരിയൻറ്റുകളാണ് ബജാജ് ഫ്രീഡം ഇറങ്ങുന്നത്. മുൻപ് നമ്മൾ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ മാപ്പ് ലീക്കായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കാണിച്ചിരിക്കുന്ന അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അതായത് സീറ്റിന് തൊട്ട് താഴെയായി CNG ടാങ്കും സാധാരണ ബൈക്കിൻ്റേതുപോലുള്ള പെട്രോൾ ടാങ്കുള്ള അതേ സ്ഥാനത്ത് തന്നെ പെട്രോൾ ടാങ്കും വരുന്ന ഒരു രീതിക്കാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത്. മുൻപ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഈ വാഹനത്തിൻ്റെ സീറ്റ് എന്തുകൊണ്ടാണ് മറ്റെല്ലാ ബൈക്കിൻ്റേതുപോലെ തന്നെ ഓടിക്കുന്നയാൾ ഇരിക്കുന്ന ഭാഗം കുഴിഞ്ഞിരിക്കാത്തത്, അത് ഉയർന്നു തന്നെ ഇരിക്കുന്നത് എന്നുള്ളത്. അതിന് ഉത്തരം എന്നത് ഈ ഒരു CNG ടാങ്ക് തന്നെയാണ്. ഈ CNG ടാങ്ക് ഇതിനടിയിൽ വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗം ഉയർന്നിരിക്കുന്നത്. 1.8 കിലോഗ്രാമാണ് ഇതിൻ്റെ ഒരു CNG ടാങ്കിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് പെട്രോൾ ടാങ്കും ഉള്ളത്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് 2 ലിറ്ററാണ്. CNGയും പെട്രോളും ഫിൽ ചെയ്യുന്നത് ഈ ഒരു പെട്രോൾ ടാങ്കിൻ്റെ മുകൾ വശത്തുള്ള ആ ഒരു ഭാഗത്തു കൂടിയാണ്. 1 ലിറ്റർ പെട്രോൾ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 65 കിലോമീറ്ററും 1 കിലോഗ്രാം CNG ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 102 കിലോമീറ്ററുമാണ് വാഹനത്തിൻ്റെ ഒരു മൈലേജ് വരുന്നതെന്ന് പറയുന്നത്. ഇതൊരു IDC ലെവലുള്ള മൈലേജാണ്. ശരിയായിട്ടുള്ള ഒരു മൈലേജ് അറിയണമെങ്കിൽ വാഹനം ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടതായിട്ട് വരും. വാഹനത്തിൻ്റെ ഒരു പവറിലേക്ക് വരികയാണെങ്കിൽ 125 cc വരുന്ന വാഹനത്തിന് 9.3 bhp പവറും 9.7 Nm ടോർക്കുമാണ് വരുന്നത്. വാഹനത്തിൻ്റെ ഒരു കെർബ് വെയിറ്റ് വരുന്നത് 149 കിലോഗ്രാമാണ്. 3 വേരിയൻറ്റുകളിലാണ് ഈ ഒരു ബജാജ് ഫ്രീഡം ഇറങ്ങുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അത് ഇവയൊക്കെയാണ്: ഫ്രീഡം ഡ്രം LED, ഫ്രീഡം ഡിസ്ക് LED എന്നിങ്ങനെ 3 വേരിയൻറ്റുകളാണ് ഈ ഒരു CNG ബൈക്കുള്ളത്. വാഹനത്തിൻ്റെ ഒരു മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡിജിറ്റൽ LCD മീറ്റർ കൺസോളാണ് ഇതിന് വരുന്നത്. ഇതിൽ സ്പീഡ്, ഫ്യൂൽ ഇൻഡിക്കേറ്റർ, കിലോമീറ്റർ, പെട്രോളാണോ CNGയിലാണോ ഓടുന്നത് എന്നതിൻ്റെ ഒരു സിമ്പൽ എന്നീ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ CNGയിലും പെട്രോളും മാറി മാറി ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് CNG ഫ്യൂൽ ഇറങ്ങുന്ന ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ പലർക്കുമുള്ളൊരു സംശയമാണ്, ഇത് പൊട്ടിത്തെറിക്കുമോ, ഇതിന് എത്രത്തോളം അപകട സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ. പക്ഷേ ഇതിനു മുമ്പും CNG വാഹനങ്ങൾ ഇറക്കി സക്സസ്ഫുൾ എന്ന രീതിയിലേക്ക് വന്ന ഒരു കമ്പനിയാണ് ബജാജ്. ഈ ഒരു ബൈക്കിൻ്റെ കാര്യത്തിലും സേഫ്റ്റിയിൽ അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു എന്നതിൻ്റെ സൂചന നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കുറേ സേഫ്റ്റി ടെസ്റ്റുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. ക്രാഷ് ടെസ്റ്റുകളും അതുപോലെ തന്നെ 10 ടൺ വെയിറ്റ് ഉള്ള ഒരു ട്രക്ക് ഇതിൻ്റെ മുകളിലൂടെ കയറ്റി ഇറക്കി ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ പൊസിഷനിൽ ഒരു മാറ്റവും സംഭവിക്കാതെ വാഹനത്തിന് വലിയ പരിക്കുകളില്ലാതെ നിൽക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും വണ്ടി കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കൈകളിൽ എത്തിയാൽ മാത്രമേ വാഹനത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.